മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ ഹിന്ദി പരീക്ഷയ്ക്ക് നാളെയാണ്. നാളെ നമ്മളെ ഹിന്ദി പരീക്ഷയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്ന 4 മാർക്കിൻ്റെ ഒരു ചോദ്യമുണ്ട്, പോസ്റ്ററാണ്. സാധാരണ നമുക്ക് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ നമുക്ക് 9th സ്റ്റാൻഡേർഡിൽ നമുക്ക് ക്വാർട്ടർലി എക്സാമിനേഷൻ നമുക്ക് വരുന്നത് 2ാമത്തെ യൂണിറ്റിലെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട 2 പാഠങ്ങളാണ്. ഒന്ന് ഘർ എന്ന് പറയുന്ന പാഠവും അതുപോലെ തന്നെ 2ാമത്തത് ഫൂൽ എന്ന് പറയുന്ന കവിതയാണ്. ഇതിനെ ആസ്പദമാക്കി 2ാമത്തെ യൂണിറ്റിനെ ആസ്പദമാക്കിയിട്ടാണ് നമുക്ക് സാധാരണ ചോദ്യങ്ങൾ ചോദിക്കാറ്. ഒരു പോസ്റ്റർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 മാർക്കാണ്. നമുക്ക് വരാവുന്ന ഒരു ചോദ്യം നോക്കുക മക്കളെ. നോക്കൂ നിങ്ങൾ ചോദ്യം. വിശ്വ പര്യാവരൺ ദിവസ് കാ സന്ദേശ് ദേത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കരീന. എന്താ അതിൻ്റെ അർത്ഥം? വിശ്വം എന്ന് പറഞ്ഞാൽ വേൾഡ്, പര്യാവരൺ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി, ദിവസ് കാ എന്ന് പറഞ്ഞാൽ ദിവസത്തിൻ്റെ. അപ്പോൾ വിശ്വ പര്യാവരൺ ദിവസ് കാ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വ പര്യാവരൺ ദിവസ് കാ എന്ന് പറഞ്ഞാൽ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശ് ദേത്തെ ഹുയെ മെസ്സേജ് നൽകുന്ന ഏക പോസ്റ്റർ, ഒരു പോസ്റ്റർ തയ്യാറാക്കൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ചോദിച്ചാൽ 4 മാർക്കാണ്. വൃത്തിയായി പേപ്പറിൽ ഒരു പരമാവധി വലുപ്പത്തിൽ നമ്മൾ വരച്ചിട്ട് വെക്കണം. ഓക്കെ, കുറഞ്ഞ കാര്യങ്ങൾ മനോഹരമായി ഡിസൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് 4 മാർക്ക് വരുന്നത്. നോക്കൂ, അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് നോക്കൂ മക്കളെ. ഇത്ര സിമ്പിളാണിത്. ജൂൺ 5 എന്ന് പറഞ്ഞാൽ ലോക പരിസ്ഥിതി ദിനമാണ്. അന്നല്ല സ്കൂളുകളിലൂടെയൊക്കെ നമുക്ക് തൈകളൊക്കെ വിതരണം ചെയ്യുന്നില്ലേ, നിങ്ങൾ ഓർക്കുന്നില്ലേ? ഓക്കെ, എന്നിട്ട് നമ്മൾ വിശ്വ ലോക പര്യാവരൺ പരിസ്ഥിതി ദിവസ് എന്ന് എഴുതുക. വളരെ മനോഹരമായിട്ട് നിങ്ങൾ എഴുതുക. അതിനുശേഷം ഒരു വൃക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചെടിയുടെയോ ചിത്രം നിങ്ങൾ വരയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചുവട്ടിൽ എഴുതേണ്ട കാര്യം ഇങ്ങനെയാണ്: പേട് ലഗായേ, വൃക്ഷങ്ങൾ നടൂ. പേട് എന്ന് പറഞ്ഞാൽ വൃക്ഷം, ലഗായേ വൃക്ഷങ്ങൾ നടൂ. ഓക്കെ, വൃക്ഷങ്ങൾ വെക്കൂ. പാനി ബച്ചായേ, വെള്ളത്തെ കാത്തു സൂക്ഷിക്കൂ, വെള്ളത്തെ രക്ഷിക്കൂ. എന്ന് പറഞ്ഞാൽ എന്താ? മഴ പെയ്യുന്നതിന് പ്രധാനമായ ഘടകമായി വർത്തിക്കുന്ന ഒന്നാണ് നമുക്ക് വൃക്ഷങ്ങൾ. ഓക്കെ, അങ്ങനെ മഴ പെയ്യുന്നതിന് വൃക്ഷങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ ഘടകമായി മാറുന്നത് മാത്രമല്ല, ഈ മഴ പെയ്തൊഴിയുമ്പോൾ വൃക്ഷത്തിൻ്റെ ഇലകളിലൂടെ ആ വെള്ളം ശിഖരങ്ങളിലൂടെ വന്ന് അതുപോലെ തന്നെ തടിയിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി ഊഴ്ന്നിറങ്ങുന്നു. ഭൂമിയിൽ ശരിക്കും ഊഴ്ന്നിറങ്ങി പോകുന്നു. പെട്ടെന്ന് വെള്ളം പൊങ്ങി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നില്ല. അതാണ് വനത്തിൻ്റെ അകത്ത് എത്ര മഴ പെയ്താലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നില്ല. കാരണം വർഷങ്ങളായിട്ട് ഇലകൾ വീണിട്ട്, കരിയിലകൾ വീണിട്ട് അത് സ്പോഞ്ച് പോലെ ഒരു അവസ്ഥയായി ഉണ്ടാവും ആ മണ്ണുകൾക്ക്. അപ്പോൾ പെട്ടെന്ന് മണ്ണ് വെള്ളത്തിലേക്ക്, ഭൂമിയിലേക്ക് ഉഴുന്നിറങ്ങുകയും ചെയ്യും. അങ്ങനെ നമുക്ക് വേനൽക്കാലത്ത് ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം കിട്ടുന്നതിന് പ്രധാനമായി കാരണമായി തീരുന്നത് എന്താണ്? മഴയില്ലാത്ത സമയത്ത് നമുക്ക് വെള്ളം കിട്ടുന്നതിന് കാരണമായി തീരുന്നത് വനങ്ങളാണ്, വൃക്ഷങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ വൃക്ഷത്തെ സംരക്ഷിക്കൂ, വൃക്ഷത്തെ നടൂ എന്ന സമയത്ത് നിങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് പാനി ബച്ചായും, വെള്ളത്തിനെ നമുക്ക് സ്രോതസ്സിനെ നിലനിർത്താൻ പറ്റും. പിന്നെ ഒരുപാട് ഗുണങ്ങൾ വൃക്ഷവുമായി ബന്ധപ്പെട്ടുണ്ട്. പര്യാവരൺ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയെ, പര്യാവരണം എന്ന് പറഞ്ഞാൽ എന്താ? പരിസ്ഥിതിയെ. പ്രദൂഷൺ എന്ന് പറഞ്ഞാൽ മാലിന്യമാകുക, അതിൽ നിന്ന് ബച്ചായേ. പര്യാവരൺ അന്തരീക്ഷത്തെ, പര്യാവരണം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം എന്ന പരിസ്ഥിതി, പര്യാവരൺ അന്തരീക്ഷത്തെ പ്രദൂഷൺ സെ ബച്ചായേ, മാലിന്യമാവുന്നതിൽ നിന്ന് മാറ്റി നിർത്തൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റിയിലൊക്കെ പോയി നമ്മൾ കുറേ നടന്നു കഴിഞ്ഞാൽ മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തൂടെ വന്നു കഴിഞ്ഞാൽ ഫാക്ടറിയിൽ നിന്നും മറ്റുമൊക്കെയുള്ള വാഹനങ്ങളിൽ നിന്ന് പോയി നമ്മൾ വല്ലാണ്ടായിടോ. എന്നാൽ നമ്മൾ വനത്തിൻ്റെ അകത്തൂടെ നടക്കുന്ന സമയത്തോ നമുക്ക് അന്തരീക്ഷം ശുദ്ധമാണ് അവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വൃക്ഷങ്ങൾ കൃത്യമായി വെച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. പ്രകൃതിയെ രക്ഷിച്ചാൽ ഹമാരി സുരക്ഷ, നാം സേഫായി. അല്ലാണ്ട് നമ്മളെ സേഫാക്കാൻ വേണ്ടിയിട്ട് മലകളിടിച്ചും കുന്നുകളിടിച്ചും മരങ്ങൾ വെട്ടിമുറിച്ചും നമ്മളെ വലിയ ഉറപ്പുള്ള വീടൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ പ്രകൃതി ആ സമയത്ത് അവസാനം വന്നിട്ട് നമ്മളെ വീടൊക്കെ എടുത്തിട്ട് നമ്മളെ കടലിൽ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ പ്രകൃതിയെ മുറിവേൽക്കാതിരിക്കുക, പ്രകൃതിക്ക് പോറലേൽക്കാതെ പ്രകൃതിയെ തനതായ രൂപത്തിൽ നിലനിർത്തുക. അപ്പോൾ അത് പ്രകൃതി താളം തെറ്റാതെ നമുക്ക് അന്തരീക്ഷം ശുദ്ധമാവുകയും കാലാവസ്ഥകളൊക്കെ ഭീകരരൂപമാവാതെ നമുക്ക് നിലകൊള്ളുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം: ജൂൺ 5 വിശ്വ പര്യാവരൺ ദിവസ്, ലോക പരിസ്ഥിതി ദിനം. പേട് ലഗായേ, വൃക്ഷങ്ങൾ വെച്ച് വളർത്തൂ. പാനി ബച്ചായേ, അങ്ങനെ അതുവഴി വെള്ളത്തെ സംരക്ഷിക്കുന്നു. പര്യാവരൺ അന്തരീക്ഷത്തെ പ്രദൂഷിത് സേ ബച്ചായേ, മാലിന്യമാകുന്നത് രക്ഷപ്പെടുത്തു. പ്രകൃതിക്ക് രക്ഷ, പ്രകൃതിയുടെ രക്ഷ. ഹമാരി സുരക്ഷ, നമ്മുടെ സുരക്ഷയാണ്. ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മക്കളെ ഈസി ആയിട്ട് 4 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, മറക്കരുത്. ഇതുപോലെ മറ്റൊരു ചോദ്യം നമുക്ക് വരാവുന്ന മറ്റൊരു ചോദ്യമാണ്. നോക്കൂ, ഈ പാഠത്തിൽ നിന്നോ ഫൂൽ എന്ന് പറഞ്ഞ പാഠത്തെ ആസ്പദമാക്കി ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞാണ് പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തുന്നതിൻ്റെ സന്ദേശ് മെസ്സേജ് ദേത്തെ ഹുയെ നൽകുന്ന ഏക് പോസ്റ്റർ തയ്യാർ കരി. പ്രകൃതി സംരക്ഷണത്തിൻ്റെ സന്ദേശ് മെസ്സേജ് ദേത്തെ ഹുയെ നൽകുന്ന ഏക് പോസ്റ്റർ തയ്യാർ കരി. പ്രകൃതി സംരക്ഷണത്തിൻ്റെ സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നോക്കൂ, സിമ്പിളായിട്ട് എഴുതാൻ നമുക്ക്
പ്രകൃതി ഹമാരി മാം ഹേ. പ്രകൃതി നാച്ചുർ, ഹമാരി നമ്മളുടെ, മാം ഹേ പ്രകൃതിയാണ് നമ്മുടെ അമ്മ. ഓക്കെ, അപ്പോൾ പ്രകൃതി, ഭൂമി മാതാവ്, പ്രകൃതി നമ്മുടെ മാതാവാണ്. പ്രകൃതി നമ്മുടെ മാതാവാണ് അല്ലേ, സകല ജീവജാലങ്ങളുടെ മാതാവ് കൂടിയാണ്. പശു പക്ഷി, ആ പ്രകൃതിയിലുള്ള മനുഷ്യനല്ലാത്ത പക്ഷി മൃഗാദികളുണ്ടല്ലോ, പശു പക്ഷി, പക്ഷി മൃഗാദികൾ ആരാണ്? ഹമാരെ നമ്മുടെ സഹജീവിഹേ, നമ്മുടെ ബ്രദറൊന്നുമല്ല. ഒരു പോത്ത് വരുന്ന സമയത്ത് എൻ്റെ ബ്രദറാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളെ സഹജീവിയാണ് അല്ലേ. അപ്പോൾ പശു പക്ഷി പക്ഷി മൃഗാദികളെല്ലാം തന്നെ നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ്. നമ്മളെപ്പോലുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സഹജീവികളാണ്. അവരുടേതു കൂടിയാണ് ഭൂമി, മനുഷ്യൻ്റേത് മാത്രമല്ല. ഓക്കെ, ഇനി പേട് വൃക്ഷങ്ങളും പൗതേ ചെടികളും എന്ന് പറഞ്ഞാൽ, പേട് പൗത എന്ന് പറഞ്ഞാൽ വൃക്ഷലതാദികൾ എന്ന് പറയാം. പ്രകൃതിക്ക്, പ്രകൃതിയുടെ ഫേഫഡാഹേ, അമ്മയാകുന്ന പ്രകൃതിയുടെ ശ്വാസകോശമാണ്. ഫേഫഡ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ മക്കളെ? ശ്വാസകോശമാണ്. എന്ത്? വൃക്ഷങ്ങൾ. അപ്പോൾ വൃക്ഷങ്ങളെല്ലാം, നമ്മൾ ഒരാളുടെ ശ്വാസകോശം മുറിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ നമ്മൾ വൃക്ഷങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ എവിടുത്തെ എല്ലാ ജീവജാലങ്ങളും ഇല്ലാതായി പോകുന്നു. അപ്പോൾ പ്രകൃതിയിൽ ജീവൻ നിലനിൽക്കുന്നതിൽ നിർണായകമായ ഘടകമാണ് എന്ത്? വൃക്ഷങ്ങൾ. നദിയാം, പിന്നെ നദികൾ. രക്തധമനിയാം ഹേ, രക്തക്കുഴലുകളാണ് ഈ പുഴകളും നദികളും എല്ലാം തന്നെ. നദികൾ രക്തധമനിയാം ഹേ. ആ രക്തധമനിയിൽ മാലിന്യം ചേർന്നാൽ എന്താവും? ആൾ മരണപ്പെട്ടുപോലെ. അതുകൊണ്ട് ഒരുപാട് ജീവജാലങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമാണ് എന്ത്? നദിയിലൂടെ ഒഴുകുന്നത്. ഒരുപാട് മത്സ്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാലിന്യമാക്കരുത് നദികൾ അല്ലേ. നദിയാം, നദികൾ രക്തധമനിയാഹേ, രക്തധമനികളാണ്, മനസ്സിലാക്കണം. ജൽ ജീവാമൃതയെ, മാത്രമല്ല അതിലൊഴുകുന്ന വെള്ളം ജീവന്റെ അമൃതാണ്. ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും ജീവന്റെ നിലനിൽപ്പിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് വെള്ളം. വെള്ളം ജീവന്റെ അമൃതാണ്. അതുകൊണ്ട് അതിനൊന്നും നമ്മൾ മലിനമാക്കരുത്. പ്രകൃതിക്ക് രക്ഷ, പ്രകൃതിയുടെ രക്ഷ തന്നെയാണ് ഹമാരി സുരക്ഷ, നമ്മുടെ സുരക്ഷ. ആ നേരത്തെ പറഞ്ഞ പോസ്റ്ററുള്ളതുപോലെ ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഡാഷ് സ്കൂൾ നാച്ചുറൽ ക്ലബ്ബ്, ഈ പ്രകൃതി സംരക്ഷണ സന്ദേശം നൽകുന്ന ഈ പോസ്റ്റർ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതണമെന്നില്ല, ഡാഷ് എന്നിട്ട് സ്കൂൾ നാച്ചുറൽ ക്ലബ്ബ്, സ്കൂളിൽ ഉണ്ടാക്കിയ ഒരു നാച്ചുറൽ ക്ലബ്ബാണ് ഈ പോസ്റ്റർ തയ്യാറാക്കുന്നത്. ഈ 2 പോസ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പോസ്റ്ററിൽ വരുന്ന ടെൻഷനുകൾ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ഒരു ടെൻഷനുമില്ലാതെ മാർക്ക് സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക, നമുക്ക് ഫുൾ മാർക്ക് സ്വന്തമാക്കുക. ബൈ.